ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കോഴിക്കോടേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പം ഞാനും കെട്ടിയോനും പിന്നെ 2 കുട്ടികളും ചെറുതിനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ മൊത്തം അലമ്പാക്കും. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മക്കൾ വണ്ടി കയറിയപ്പോൾ തന്നെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല ഉറക്കമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുരത്തിൽ ഫുള്ള് മരമൊക്കെ പൊട്ടി വീണതും പിന്നെ മരം വെട്ടിയതും ഒക്കെ കൂടി ആയിട്ട് ബ്ലോക്ക് ഉണ്ടാവുക വെച്ച് നമ്മൾ കുറച്ച് നേരത്തെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ രാവിലെ എണീറ്റ് റെഡി ആവലൊക്കെ ആയതുകൊണ്ട് നല്ല വിശക്കുന്നുണ്ട്. എനിക്ക് ഓക്കാനൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് വിശന്നിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോളൂന് ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചു. മോൻ എന്തായാലും എണീച്ചിട്ടില്ല കേട്ടോ. അവളിത് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ തീറ്റയും ചൊര ഇറങ്ങലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോള് ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചു. പിന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ നിർത്തി നന്നായിട്ട് കഴുകി. ഞാൻ വേറെ ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഞാൻ എടുത്തൊക്കെ വെച്ചതാണ്, പക്ഷെ കൊണ്ടുവരാൻ മറന്നുപോയി. അതങ്ങനെയാണല്ലോ, ഇറങ്ങുന്ന സമയത്ത് ഒരു മറവിയുണ്ട്. അപ്പോൾ അത് കഴുകി നമ്മൾ വണ്ടിയിലേക്ക് വെച്ച് അത്യാവശ്യം ഉണക്കിയിട്ടാണ്. പിന്നെ നമ്മൾ സൽക്കാരയിൽ വന്ന് നിർത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും മോനൂന് അബാക്കസിൻ്റെ സ്റ്റേറ്റ് ലെവലും നാഷണൽ ലെവലിലൊക്കെ വിന്നറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുമോദന ചടങ്ങുണ്ട് കോഴിക്കോട്. അപ്പോൾ അതിനാണ് രാവിലെ പോകുന്നത്. 9:30 ആകുമ്പോഴത്തേക്ക് എത്തണം. അപ്പോൾ ഞങ്ങളിത് മെനു ഒക്കെ നോക്കി, എന്ത് മെനു നോക്കിയാലും രാവിലെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ മസാല ദോശയും വടയും, ഇല്ലെങ്കിൽ ഇഡ്ഡലിയും വടയും. ഇതാണ് സ്ഥിരം ഓർഡർ ചെയ്യുക. അപ്പോൾ അത് എൻ്റെ മസാല ദോശയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മസാല ദോശ പറഞ്ഞിട്ടുള്ളത്, മക്കൾ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മസാല ദോശയും ചട്നിയൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ ഇങ്ങനെ മസാല ദോശയും ഇതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോനിക്ക് ചിക്കൻ കറിയും അതുപോലെ തന്നെ വെള്ളാപ്പമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ട്. അവൻ ഈ വെള്ള കളറിലുള്ള ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും കുഴപ്പമില്ലാണ്ട് കഴിച്ചോളൂ. എന്ന് വെച്ചാൽ എരിവ് അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവരതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. കോഴിക്കോടായിരുന്നു കേട്ടോ പരിപാടി. നമ്മൾ ആക്ടർ സുധീഷൊക്കെ വന്നിട്ടാണ് അനുമോദന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അത്രയും നേരമൊന്നും നമ്മൾ നിന്നിട്ടില്ല കേട്ടോ. മോൻ്റെ സർട്ടിഫിക്കറ്റും മൊമെൻ്റും ഒക്കെ കിട്ടണവരെ അത്ര നമ്മൾ വെയിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റൊന്നും എടുത്തില്ല. പിന്നെ ചായ നമ്മൾ എവിടെ കണ്ടാലും വീഴുന്നുണ്ട്. ചായ കുടിച്ചു. ബിസ്ക്കറ്റൊന്നും ഞാൻ കഴിക്കാൻ പോയില്ല. അപ്പോൾ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. കാരണം സ്റ്റേറ്റിൻ്റെയും നാഷണലിൻ്റെയും മൊത്തം കുട്ടികളുടെ പാരൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പരിപാടി രാവിലെ തന്നെയായിരുന്നു, വയനാട് ജില്ലയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോരാൻ പറ്റിയിട്ട്. അപ്പോൾ അതേ നമ്മുടെ പിള്ളേരെ വിളിച്ചിട്ടുണ്ട് വയനാട്ടിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടോ. അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ ആൾ സർട്ടിഫിക്കറ്റും മൊമെൻറ്റോയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒത്തിരി നേരം നിന്നിട്ടില്ല. നമ്മൾ ഏകദേശം ഒരു 10:30, 11 ആകുമ്പോഴേക്കും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിന്ന് കറങ്ങാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ അടുത്ത് നേരെ പോകുന്നത് നമ്മളെ മിഠായി തെരുവിലേക്കാണ്. കോഴിക്കോട് വന്നിട്ട് അവിടെ പോയിട്ടില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറില്ല. ഒന്നും വാങ്ങണമെന്ന് വിചാരിച്ച് വന്നൊന്നുമല്ല. പക്ഷേ എന്നാലും ഞാനൊരു ജീനും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്ട് ടോപ്പ് ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൽവയൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ബൈ.